നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴിവൊഴിവുകൾ വരുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ കാരണം ദൈവത്തെക്കാൾ കൂടുതൽ നമ്മളിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവികമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് രക്ഷയുണ്ടെങ്കിൽ ആ രക്ഷ എനിക്കുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിടുതലുണ്ടെങ്കിൽ ആ വിടുതൽ എനിക്കുള്ളതാണ്. ആ ദൈവസന്നിധി വചനത്തിനകത്ത് പ്രവചനം ഉണ്ടെങ്കിൽ പ്രവചനം എനിക്കുള്ളതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തി 3 ഘട്ടങ്ങളിൽ കടന്നു പോകണം. 3 ഘട്ടങ്ങളിൽ ദൈവത്തോട് അനുസരണയുള്ളവരായി മാറണം. 1, 2 അനുതാപമുള്ളൊരു ഹൃദയം അകത്തുണ്ടാകണം. എന്ന് പറഞ്ഞാൽ കണ്ണുനീരുള്ള ഒരു ഹൃദയം നമ്മുടെ അകത്തുണ്ടാകണം. 4 അവനൊരു കാര്യവും അസാധ്യമല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ യജമാനൻ്റെ അടുത്ത് വരുമ്പോൾ ആമേൻ നമ്മൾ ദാസന്മാരായി ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ യജമാനന് എന്നോട് കരുണ കാട്ടും എന്ന് ഞാൻ വിശ്വസിക്കണം. എൻ്റെ കഴിവിലോ എൻ്റെ പ്രാപ്തിയിലോ അല്ലായിരിക്കണം ആരെ ആശ്രയിക്കുന്നത്? ദൈവത്തെ ആശ്രയിക്കുന്നത്. ദൈവത്തെ ആശ്രയിക്കുമ്പോൾ പൂർണ്ണമായി ദൈവവുമായൊരു ബന്ധത്തെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ കയറിപ്പോകാൻ പോകുന്ന മുഴുവൻ മേഖലകളും യേശു കർത്താവിൻ്റെ മേഖലയിലുള്ള ശുശ്രൂഷകളാണ്. യേശു കർത്താവുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷകളിലേക്ക് ഈ ദിവസങ്ങൾ മുതൽ കടന്നു പോകും. ഞാനിപ്പോൾ ഇന്ന് ഇതിനകത്ത് വചനം എടുത്തു കൊണ്ടുവരുന്നതിൻ്റെ കാരണം, ഈ വചനത്തിനകത്ത് നിൽക്കുന്നതിൻ്റെ കാരണം, യേശു കർത്താവിനെ പഴയ നിയമം മുതൽ യേശു കർത്താവിനെ വെളിപ്പെടുത്തിയിരുന്നു. പഴയ നിയമം ഒരു നിഴലാണെങ്കിൽ പുതിയ നിയമം പൊരുളായി മാറി. ഇനിയുള്ള കാലത്ത് പൊരുളിനെ പ്രസംഗിക്കണം, പഴയ ന്യായപ്രമാണത്തെ അല്ല പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഈ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങൾക്കകത്ത് നമ്മൾ തിരിച്ചറിയണം ക്രിസ്തുവുമായുള്ള. കാരണം പഴയ നിയമത്തിലെ മുഴുവൻ കാര്യങ്ങളും പുതിയ നിയമത്തിൽ, പഴയ നിയമം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിഴലായി നിൽക്കുന്നുവെങ്കിൽ, പഴയ നിയമത്തിൻ്റെ നിഴലായി നിൽക്കുന്നെങ്കിൽ പുതിയ നിയമം എവിടെ വന്നു? പുതിയ നിയമം പൊരുളായി വരിക. ഈ പൊരുളായി വരുന്ന പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും അറിയണം ദൈവവുമായുള്ള ബന്ധത്തെ. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വന്നിരുന്നു. എലിയ പ്രവാചകനായി, എലീശ പ്രവാചകനായി, ഇവരെല്ലാം വരുന്നു. യെഹെസ്കേൽ പ്രവാചകനാണ്. ഈ പ്രവാചകർ ശുശ്രൂഷകളിൽ മുഴുവൻ നിൽക്കുമ്പോൾ ഈ പ്രവാചകർ അവർ നിൽക്കുന്നത് പ്രവാചക ശുശ്രൂഷകരാണ്. അവരിൽ പലരിൽ ഹീലിംഗ് മിനിസ്ട്രി ചെയ്തവരുണ്ട്, പല രോഗികളെ സൗഖ്യമാക്കിയുണ്ട്. ഇതിനെ മുഴുവനും നമ്മൾ ഒന്നിലേക്ക് കൊണ്ടുവന്നാൽ ആരിൽ മുഴുവനായി ഉണ്ട്? യേശുവിൽ മുഴുവനുണ്ട്. പ്രവചനമുണ്ട്. ചിലർ പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞ എങ്ങനാ? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു അല്ലേ? അങ്ങനല്ലേ ചോദിച്ചേ? ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ ആരെ എന്നെ കുറിച്ച് പറഞ്ഞേ? ചിലർ പറഞ്ഞു ഏലിയാവിൻ്റെ ആത്മാവുള്ളവൻ. അടുത്തയാളെ കുറിച്ച് ചോദിച്ചു യോഹന്നാൻ്റെ ആത്മാവുള്ളവൻ. യോഹന്നാൻ്റെ ആത്മാവിനെ എങ്ങനെ പറയുന്നതിൻ്റെ കാരണം, യേശു പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി. യേശു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ ആണോ യോഹന്നാൻ പറഞ്ഞേ? യേശുവിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ട വാക്ക് മാനസാന്തരത്തെക്കുറിച്ചാണ്. ഞാൻ എന്തേ പറയുള്ളൂ? ആരുടെ ആത്മാവുള്ളവൻ? യോഹന്നാൻ്റെ ആത്മാവുള്ള അല്ല. പിടികിട്ടുന്നോ നിങ്ങൾക്ക്? പാസ്റ്റർ ഞാൻ പറഞ്ഞ തെറ്റുമല്ലോ കേട്ടോ? ഇല്ല. അപ്പം ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ കാണും? ആ ഉപദേശത്തെ എങ്ങനെ കാണും? ഏലിയാവിന് ആത്മാവുള്ളവെന്ന് പറയാൻ കാരണവനാ ശക്തനായ പ്രവാചകനാണ് യേശു അല്ലേ? യേശുവിന് അസാധ്യമായ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഈ കാഴ്ചപ്പാട് വന്നപ്പോൾ അവർ പറയുന്നത് എന്നതാ? ഈ യേശു ആരാന്ന് പറയുന്നു? ഏലിയാവിൻ്റെ ആത്മാവുള്ളവനാ. അടുത്ത് പറയുന്നത് യോഹന്നാൻ്റെ ആത്മാവുള്ള. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് യേശു ഇതൊന്നുമല്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരായിട്ടാണ് കണ്ടേക്കുന്നേ? മറ്റുള്ളവർ പറയുന്ന അവിടെ നിൽക്കട്ടെ, ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ബിസിനസ് ചെയ്യുക, ഞാൻ ആ ബിസിനസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു.
ഞാൻ ഈ രക്ഷകൻ്റെ അടുത്ത് വന്നിട്ട് അർത്ഥിച്ചേ. അപ്പം ഞാൻ എന്നാ പറയും? യേശു എന്നെ സമ്പന്നനാക്കുന്ന ദൈവം ആണോ? അടുത്തൊരു വ്യക്തിയുടെ അടുത്ത് രോഗസൗഖ്യം നടന്നു. യേശു എനിക്ക് വേണ്ടി, രക്തസ്രാവക്കാരി യേശുവിനെ അരിച്ചു, സൗഖ്യമായി. അവൾ ആരോട് സാക്ഷ്യം പറഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയുള്ളൂ? എൻ്റെ കൂടെ ഒന്ന് വന്നേ നിങ്ങൾ. യേശുവിനെ അവൾ കണ്ടത് എങ്ങനാ? രോഗസൗഖ്യം നടത്തുവാൻ കഴിവുള്ളവനെ കണ്ടേ. യേശു അതിനെ വെച്ച് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരായി കാണുന്നു? പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വെളിപ്പാട്. ഈ വെളിപ്പാട് ആരിൽ വരണം? രക്ഷിക്കപ്പെട്ടവൻ അറിയേണ്ടത് ഭൂതങ്ങളെ പുറത്താക്കിയ യേശുവിനെ അല്ല കാണേണ്ടത്, രോഗസൗഖ്യം തന്ന യേശുവിനെ അല്ല കാണേണ്ടത്, സമ്പന്നനാക്കിയ യേശുവിനെ അല്ല കാണേണ്ടത്, നിത്യജീവനെ തരുന്ന ഒരു യേശുവിനെ കാണണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നിത്യജീവൻ. ആ രക്ഷകൻ ഏതിൽ? എൻ്റെ പാപത്തിൽ നിന്ന്, എൻ്റെ ശാപത്തിൽ നിന്ന്, ആമീൻ, ബന്ധനങ്ങളിൽ നിന്ന് മുഴുവനായി എന്നെ മാറ്റി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാണെങ്കിൽ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. പഴയതിനകത്തുനിന്ന് എന്നെ പുതിയതിൽ കൊണ്ടുവന്ന ആരാ? ഇപ്പോഴും ഞാൻ പഴയതിനകത്താണ് നിൽക്കുന്നത്. പഴയ നടത്തിപ്പ് എൻ്റെ മേലുണ്ടോ? പഴയ നടത്തിപ്പിൽ നിന്ന് എന്നെ എവിടേക്ക് കൊണ്ടുവന്നു? പുതിയതിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? പരിശുദ്ധാത്മാവ് എന്ന ദാനം എൻ്റെ മേൽ വന്നു. ഈ ആത്മാവ് എൻ്റെ മേൽ വന്നു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിലും ഏതിനാൽ? അവൻ്റെ ആത്മാവിനാൽ. ഈ നടത്തിപ്പ് ആരിൽ വരണം? ഈ കർത്താവിനെ തിരിച്ചറിയുമ്പോൾ ഞാൻ എങ്ങനെ അറിയണം? എനിക്കൊരു രോഗം വന്നു, സൗഖ്യമായാലും ഇല്ലെങ്കിലും എൻ്റെ രക്ഷകനൊരു മാറ്റമില്ല. അവൻ എന്നെ വിളിച്ചിരിക്കുന്നത് തേജസ്സിലേക്കാ. പിടികിട്ടിയോ? പ്രതികൂലം വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, നിന്ദകൾ വന്നാലും, പരിഹാസങ്ങൾ വന്നാലും, അങ്ങനെ ഞാൻ കണക്ക് കൂട്ടിയാൽ പത്രോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിലിട്ട് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. പത്രോസിനെ കൊണ്ട് ദൈവ ശുശ്രൂഷ മുഴുവൻ ചെയ്തു. പത്രോസിന്റെ മരണമോ? പത്രോസിന്റെ മരണം വരുന്നത് എങ്ങനാ? തലകീഴായി അവനെ ക്രൂശിച്ചു. ക്രിസ്തുവിന്റെ നടന്ന ശിഷ്യന്മാർ തോമസ് ഉൾപ്പെടെ നോക്കൂ എങ്ങനെ മരണപ്പെടുന്നു. ഞാൻ വിശ്വസിക്കുന്ന രക്ഷകൻ എന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതം വ്യഥായാണ്. ഞാൻ ആശ്രയിക്കുന്നത് ഈ ഭൂമിയിലാണെങ്കിൽ, ഈ ഭൂമിയെ ചുറ്റിപ്പറ്റി എൻ്റെ ആശ്രയമെങ്കിൽ, ഈ ശുശ്രൂഷയോ ഈ ആരാധന കൊണ്ട് ഒരിക്കലും പ്രയോജനം ചെയ്യത്തില്ല. പക്ഷെ എൻ്റെ രക്ഷകൻ മടങ്ങി വരും എനിക്ക് വേണ്ടി മാത്രം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി അവൻ യാഗമായെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആമേ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഇതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ദിനം പ്രതി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിലും ഞാൻ നെട്ടിക്കൊണ്ട് പോകുന്നില്ല, കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞങ്ങ് നിർത്തുന്നേ. നമ്മൾ ആരെ കാണണം? യേശു കർത്താവിനെ കാണണം. എനിക്ക് വേണ്ടി പങ്കപ്പാടുകൾ അനുഭവിച്ചവനെ. അതാ ഞാൻ ഒരിക്കൽ പറഞ്ഞത്, ജീവിതത്തിൽ വരാനുള്ള മുഴുവൻ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ ശുശ്രൂഷ ഇനി വേണ്ടെന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. കാരണം അനുഭവം ഭയങ്കരമായി പോയി. ഞാൻ വേറൊരു ദൈവദാസനെ കണക്ട് ചെയ്തു. ദൈവദാസനോട് പറഞ്ഞ നാളത്തെ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് എനിക്ക് ഈ ചർച്ച് മിനിസ്ട്രി വേണ്ടാന്ന് വെച്ചാൽ, കാരണം അതുപോലെ സങ്കടത്തിൽ കൂടെയും പ്രതികൂലത്തിൽ കൂടെയും പോകും സാഹചര്യം. അന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ എനിക്കൊരു ദർശനം ദൈവം തന്നു. ആ ദർശനമാണ് ഇന്ന് ഈ പകലിൽ ഞാൻ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നത്. എന്നെ കാണിച്ചത് ഒരു വലിയ മുഴുവൻ ചിന്നിച്ചെതറി കിടക്കുന്ന ഒരു മാംസപിണ്ഡം പോലൊരു സംഭവം എന്നെ കാണിക്കും എൻ്റെ മുന്നിൽ ദർശനം പോലെ. ഇതെന്നാണെന്ന് എൻ്റെ അകത്ത് കിട്ടുന്നില്ല. ഞാൻ പിന്നെ അതിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുക. രാത്രി ഏതോ ഒരു യാമത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ
നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു വലിയ ക്രൂശ് വെച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ യേശു കർത്താവാ. ഈ കർത്താവിൻ്റെ മുഖം ഞാൻ കാണുമ്പോൾ വിരൂപമായൊരു മുഖം. വരുന്നിട്ട് കർത്താവിനോട് പറയുന്നു, ഞാൻ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത് ഗോഗൽഥാ മലയിൽ കൊണ്ട് അവസാനിക്കുകയല്ല, എന്നെ 3 ആണികളിൽ തൂക്കപ്പെടുവാൻ കൊണ്ടുപോവുക. ഞാൻ ആ ദൈവശബ്ദം ഞാൻ ഇന്നും അതുപോലെ മുഴങ്ങിക്കേൾക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നെങ്കിൽ നീ ക്രൂശ് ചുമന്നുകൊണ്ട് എന്നെ പിന്നാലെ വരിക. ഇല്ലെങ്കിൽ ഇവിടം കൊണ്ട് നീ ശുശ്രൂഷ അവസാനിച്ച് അൻഡോറെ നീ മടങ്ങിപ്പോയിക്കൊള്ളുക. ആ ശബ്ദത്തിൻ്റെ പുറത്താണ് ഇന്നും ഈ പുൽപ്പറ്റിനകത്ത് ഞാൻ നിൽക്കുന്നത്. ലോകത്തിൻ്റെ ഒരു നന്മ കിട്ടിയില്ലേലും എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ നമ്മൾ കാണപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിനെ കണ്ടാൽ മാത്രം മതി. യേശു എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ കാണണം. ഈ രക്ഷകനെ ഞാൻ പറയാം, അന്ന് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധി ഇരുന്ന, ഇന്ന് പോലും മറുതലിപ്പില്ലാതെ പല പ്രതികൂലങ്ങളിൽ കടന്നു പോകുമ്പോഴും യേശു കർത്താവിൻ്റെ മുഖമാണ് കാണുന്നത്. എത്ര പേര് കാണുന്നുണ്ട്? ഈ ജീവനുള്ള ദൈവത്തെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലോകം നിനക്ക് അനുകൂലമല്ലെങ്കിലും സ്വർഗം നിനക്ക് അനുകൂലമായി വരും. അല്ലെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, ലോകം നിനക്ക് അനുകൂലമല്ലെങ്കിലും ദൈവം നിനക്ക് പ്രതികൂലമായി മാറത്തില്ല, ദൈവം നിനക്ക് അനുകൂലമായി വരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആകണം. ഹല്ലേലൂയ. നിങ്ങളുടെ കൺസെപ്റ്റിനകത്ത് മാറ്റം ഉണ്ടാകണം. കൺസെപ്റ്റിനകത്ത് ഇന്ന് പലതിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ശുശ്രൂഷ മീറ്റിംഗ് പാസ്റ്റർ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയാനിടയായി. പ്രകടനമാകല്ല്. എൻ്റെ എനിക്കകത്ത് ഒത്തിരി തോന്നി. പ്രകടനം, നമ്മുടെ വിശ്വാസം എന്നാകരുത്, പ്രകടനമാകരുത്. നമ്മളൊരു വർഷിപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രകടനം വരിക, എല്ലാം പ്രകടനമായി വരിക. നമ്മുടെ ശുശ്രൂഷകൾ പ്രകടനമായി വരും. പ്രകടനമല്ല വരേണ്ടത്, സാന്നിധ്യമാകത്ത് വരേണ്ടത്. പിടികിട്ടുന്നോ? ഈ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ കൂടെയുണ്ടോ, പഴയ നിയമം മുതൽ നോക്കിയാൽ മോശയോട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരുന്ന് യോശുവ പറഞ്ഞു, മോശയുടെ കൂടെ ഇരുന്ന പോലെ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഇരിക്കണം. ഈ സാന്നിധ്യം ഉണ്ടായിരുന്നു. മോശ പറഞ്ഞു, എനിക്ക് ആരെ കാണണമെന്നാണ് പറഞ്ഞേ? എനിക്ക് ദൈവത്തെ ഒന്ന് കണ്ടാൽ മതി. ഇന്ന് നമ്മൾ അങ്ങനെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ശുശ്രൂഷ മാറിപ്പോയത്, നമ്മുടെ ജീവിതം മാറിപ്പോയത്, നമ്മൾ കണ്ടത് എന്തിനെയാണ്? നമ്മൾ ഈ ഭൂമിയിലേക്ക് ചിന്തകൾ വരുമ്പോൾ മോശ പറയുന്നു, അങ്ങേ എനിക്കൊന്ന് കണ്ടാൽ മതി. ഹല്ലേലൂയ. ഈ സാന്നിധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടാമെങ്കിൽ ഇന്ന് പകലിൽ ഓർത്തു, വലിയ കർത്താവ് ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നമ്മുടെ അകത്തെ കൺസെപ്റ്റിനകത്ത് മാറ്റം വരണം. അകത്തെ ചിന്തയ്ക്കകത്ത് മാറ്റം വരണം. ആരിലേക്ക് നമ്മൾ വരണം? യേശുവിലേക്ക് വരണം. യേശു എങ്ങനെ എൻ്റെ രക്ഷകനായി മാറി? ഈ രക്ഷകനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകല് നമ്മുടെ മധ്യത്തിൽ